ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ കണ്ടന്റ് നമ്മളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RJ അഞ്ജലി ഇപ്പോൾ എയറിന് ഇറങ്ങിയിട്ടില്ല. ഓക്കെ, ഒരു ദിവസമായി ഇപ്പോൾ എയറിന് ഇറങ്ങിയിട്ടില്ല 30 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാങ്ക് കോളാണ്. ഓക്കെ, അത്രയും വൾഗറായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാങ്ക് കോള്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-12 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഒരു ദിവസത്തിനടുത്തെന്തോ ആയി തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് തരാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പൊരിക്കാം. എന്തേ, അതല്ലേ അതിൻ്റെ ശരി, അതല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ, മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട് പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് 26-ന് വെഡിങ് ആണോ? ഓ ഓക്കെ, എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി, എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നുവെച്ചാൽ ഇതിപ്പോ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനില്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? എന്ത് കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? അവര് ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ? എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. ആ ചേച്ചി നിങ്ങളുടെ അമ്മേൻ്റെ പ്രായമുള്ളതായിരിക്കും, നിങ്ങൾ ചേച്ചീൻ്റെ പ്രായമുള്ളതായിരിക്കും. ആ ചേച്ചീൻ്റെ ആ നേരത്തുള്ളൊരു മനോഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും വീട്ടുകാർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ടച്ച് 2 സൈഡിലിരുത്തേണ്ട ടൈം ആയിരിക്കണം ഇതിനെയൊക്കെ. എന്താല്ലേ കുണ്ടിയിലിട്ട് തരുമോന്ന്, അതും മറ്റേ മൈലാഞ്ചി. എന്താ വെറുതെ അല്ല നാട്ടുകാർ ഇതിനൊക്കെ ഇങ്ങനെ പറയണത്. പ്രാങ്ക് കോളാണ്, ശരി തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് കടന്നുപോയി, റിയലി ഉള്ളത് കടന്നുപോയി. പലരും പറയാൻ മടിക്കുന്നതാണത്. പലരും ഇത് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഒരു നൈസിൽ അങ്ങോട്ട് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് പോവുകയാണ്. ആരും വല്ലാതെ അങ്ങോട്ട് വിമർശിക്കാൻ നിൽക്കുന്നില്ല. റേഡിയോ ജോക്കിയാണ്, RJ ആണ്, കാര്യമൊക്കെ ശരി തന്നെ. ഇതിൽ ഒരു ന്യായീകരിക്കാനുള്ള ഒരു എലമെൻറ്റും ഇല്ല. ഇവരെ ന്യായീകരിക്കാൻ ഒരു സംഭവമില്ല. എല്ലാവരും പറയണമെന്ന് പറയണ കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മളും പറയണത്. കാരണം മെഹന്തി ഇടുന്നവർ കുറേ ഉണ്ട്. ഈ മെഹന്തി ഇട്ട് ബിസിനസ് ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാവർക്കും ഇതൊരു അപമാനമായിരിക്കും. കാരണം ഇതേപോലത്തെ പ്രാങ്ക് കോൾസ് അവർക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും. നിങ്ങളൊരു മെഹന്തി നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ, മെഹന്തി ഇടുന്ന ഒരു ബിസിനസ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കുണ്ടിയിലിട്ട് ഒരു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മനോഭാവം എന്തായിരിക്കും? അതുതന്നെയാണ് ഇവിടെ എക്സാക്ട്ലി നടന്നത്. ഇനി ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പോസ്റ്റ് എങ്ങനെയാണ്: പ്രാങ്ക് കോൾ എന്ന പ്രോഗ്രാം രജിസ്റ്റർ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ്. ഷോക്കിടയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ്. റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമൻറ്റുകൾക്ക് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഉത്തരവാദിത്തമില്ല. എന്താ നൈസിൽ അങ്ങോട്ട് പറഞ്ഞ് ഒഴിവായാൽ മതിയല്ലോ. നിങ്ങൾ ചെയ്തിട്ടാ ഇത് ഈ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്തില്ല എന്നൊന്നും ആവില്ല കേട്ടോ. ഇത് ചെയ്തില്ല എന്നൊന്നും ആവില്ല. കാരണം നിങ്ങൾ അത്രയും വൾഗറായിട്ടാണ്. കാരണം ഞാനിപ്പോൾ വീഡിയോ നോക്കിയപ്പോൾ വീഡിയോ ഒന്നും കാണാനില്ല, വീഡിയോ ഒക്കെ കളഞ്ഞിരിക്കണം, വീഡിയോ ഒന്നും കാണാനില്ല.
ഞാൻ ആ വീഡിയോ നോക്കിയപ്പോൾ അതൊന്നും ഇല്ല അവിടെ. അതൊക്കെ റിമൂവ് ചെയ്തിടണം. കാരണം പണിയായി എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് വിട്ടു. കുറച്ച് പേടിച്ചു. അതേപോലെ തന്നെ എന്താണ് ഇതൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടി വേറെ ഒരു പോസ്റ്റ് കിട്ടിക്കണോ, എന്താണ് ബൂട്ടി ഹെന്ന. സോ ഞാൻ അവിടെ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട്, സൈഡിലൊരു സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വായിക്കുന്നില്ല അത്. ഓക്കെ, സോ എന്താണ് ഇതങ്ങോട്ട് പറഞ്ഞു പോവുകയും ചെയ്തു, അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് എന്താണ് ഉണ്ട് എന്നിട്ട് വരുത്തി തീർക്കണ്ടേ, ഉണ്ട് മെഴുകി ഇതാക്കണ്ടേ, വരുത്തി തീർത്തിട്ട് അതിനുള്ള ഓരോരോ പോസ്റ്റും കാര്യങ്ങളൊക്കെയാണിത്. എന്ത് തേങ്ങയല്ലേ. സോ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ആ ഒരു ടൈമിൽ ആ ചേച്ചി പിന്നെ മാന്യമായിട്ട് വിളിച്ചിട്ട് പിന്നെ ഫോൺ എടുത്തില്ല, ഒന്നും പറയാനും നിന്നില്ല. സോ ഇതേ നേരത്ത് ഒരു ആണ് ഒരു പെണ്ണിനോട് വിളിച്ച് ഇങ്ങനെ പ്രാങ്ക് കോൾ നടത്തി കഴിഞ്ഞാൽ, അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അവൻ പെണ്ണുപിടിയനായോ? നാട്ടിൽ കൊള്ളാത്തവനായോ? പിന്നെ ജയില്, അവൻ്റെ ഭാവി പോവല്, പിന്നെ അവൻ ഒന്നിനും അവൻ്റെ ഭാവിയെ തൊലഞ്ഞു പോയി. ഇതിപ്പോൾ ഒരു പെണ്ണായതുകൊണ്ട് ആൾക്കാർ കേസുമില്ല, ഒന്നുമില്ല, ഒരു തേങ്ങയില്ല, പ്രാങ്ക് കോൾ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയി. ഇതൊരാണാ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതൊന്നും ആവില്ല അവിടെ കഥ. സോഷ്യൽ മീഡിയ കത്തിക്കും ഇവിടെ കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി ചേർന്നിട്ട്. ഞാൻ റിയലി ഉള്ള കാര്യമാണ് പറയുന്നത്. സോ ഇതൊരാണാ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ അവൻ്റെ കഥ കഴിഞ്ഞു. അവിടെ പ്രാങ്ക് കോളൊന്നും ഉണ്ടാവില്ല. അവിടെ അവൻ പെണ്ണുപിടിയനായി, എന്താണ് പെണ്ണുങ്ങളെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതാക്കുന്ന എന്താണ് ഓരോരോ സംഭവങ്ങളായി. അവൻ്റെ ഭാവി പോയി. പിന്നെ അവന് പെണ്ണ് കിട്ടില്ല, വീട്ടുകാർ അവനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും, ഇങ്ങനെ നാട്ടുകാർ വരുന്ന് പറയുകയും ചെയ്യും. അവൻ്റെ ഭാവി അവിടെ തൊലഞ്ഞു. ഇതാണ് ആണും പെണ്ണും ചെയ്താലുള്ള വ്യത്യാസം. പെണ്ണുങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും വരില്ല. ഇതിപ്പോൾ ഒരു കേസും ആകുമ്പോഴുള്ള ഒരു തേങ്ങയാകുമ്പോഴുള്ള ആരും ഇതിനെക്കുറിച്ചൊന്നും, ഇത് പ്രാങ്ക് കോളല്ലേ, പ്രാങ്ക് കോൾ അതങ്ങനെ പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സോ ഇങ്ങനെ ചെയ്യുന്നത് അത്ര ശരിയല്ല. സോ ഒന്നാമത് കൂടുതൽ എനിക്ക് വലിച്ചു നീട്ടാനൊന്നും താല്പര്യമില്ല. കാരണം ഇങ്ങനെ ഒന്നാമത് ഇത് അത്ര നല്ല കണ്ടൻ്റ് ഒന്നും അല്ല ഇത്. കാരണം എന്താണ് എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്ന. സോ അവിടെ ഇട്ട് തരിക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ അത്ര എന്താണ് അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. പുറത്തൊക്കെ ഉണ്ടായിരിക്കും, നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും ചെയ്യില്ല. സോ പ്രാങ്ക് ആണെങ്കിൽ പോലും പ്രാങ്കിന് ഒരു മാന്യതയുണ്ട്. ഓക്കെ, പ്രാങ്കിന് ഒരു മാന്യതയൊക്കെ ഉണ്ട്. ആ മാന്യതയൊക്കെ വിട്ടുപോയി ഈ ഒരു സംഭവം. അതുകൊണ്ടാണ് ഇതിലിപ്പോൾ നിങ്ങൾ എയറിൽ കയറേണ്ട അവസ്ഥയായത്. ഇനിയിപ്പോൾ എയറിന്ന് ഇറങ്ങണത് എന്നാന്ന് നോക്കിയാൽ മതി. ആലോചിച്ച് നോക്കിയ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്നു. ഞാനെന്ത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടി, എന്തത് ഇങ്ങനെ പറയണേന്ന്. സോ RJ, അതായത് ആങ്കർ, ഒരു ഷോയിലെ ആങ്കറൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ സ്വന്തം നിലവാരം പോട്ടെ, ഒരു സാധാരണക്കാരൻ എന്നുള്ള ഒരു നിലവാരം വിട്ടിട്ട് അതിലും താഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചിനും എന്താണ് ലൈക്കിനും ഫോളോവേഴ്സിനും വേണ്ടിയിട്ട് അതിൻ്റെ ഒരു താഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് വേറെ ഒന്നുമില്ല. എന്താല്ലേ, വേറെ ഒന്നും പറയല്ല. ഓക്കെ, നാളെ കാണാം. ബൈ.